തലവേദന മുതൽ മറവി, വിറയൽ, എപ്പിലെപ്സി അഥവാ ചുഴലിദീനം, ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ മാനസിക രോഗങ്ങൾ, ബലക്കുറവ്, സെൻസേഷൻ കുറവ്, സ്ട്രോക്ക്, TIA അഥവാ പക്ഷാഘാതം, ബ്രെയിൻ ട്യൂമർ തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ കാരണം ബ്രെയിനിലെയും ഞരമ്പുകളിലെയും കോശങ്ങൾക്കുണ്ടാകുന്ന തകരാറുകളാണ്. എന്തുകൊണ്ടാണ് തലയ്ക്കുള്ളിലെയും ഞരമ്പുകളിലെയും കോശങ്ങൾ കേടാകുന്നത്? ഇത്തരം രോഗങ്ങളും ജീവിതശൈലിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത്തരം രോഗങ്ങളുള്ളവർ ഭക്ഷണത്തിലും ജീവിതശൈലിയിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബ്രെയിനും ഞരമ്പുകളുമായി ബന്ധപ്പെട്ട ഇത്തരം രോഗങ്ങൾ തടയാനും ചികിത്സിച്ചു മാറ്റാനും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നെർവസ് സിസ്റ്റത്തിൻ്റെ ഘടനയെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത്തരം രോഗങ്ങൾ ഒഴിവാക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും എളുപ്പമാകൂ. കഴിവതും ലളിതമായി ഇംഗ്ലീഷ് അധികമില്ലാതെ മലയാളത്തിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം. വളരെ ശ്രദ്ധയോടെ കണ്ടാൽ മാത്രമേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനാവൂ. ആദ്യമായി ബ്രെയിൻ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. ബ്രെയിനിനെ വളരെ പ്രൊട്ടക്റ്റഡായി ഒരു സ്കൾ എന്ന് പറയുന്ന ബോണിനകത്താണ് വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ പിന്നെ ഉള്ളിലായി വളരെ കട്ടിയുള്ള ഒരു പാടയുണ്ട്. അതിന് പറയുന്നത് ഡ്യൂറാ മാറ്റർ എന്നാണ്. അതുപോലെ ബ്രെയിനിൽ നിന്നുള്ള അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് സ്പൈനൽ കോഡ്. ഈ സ്പൈനൽ കോഡിൽ വെച്ചിരിക്കുന്നതും വെർട്ടിബ്രയ്ക്കകത്ത് ഒരു കനാലുണ്ട്. വെർട്ടിബ്രൽ കനാലിൽ കൂടെയാണ് ഈ സ്പൈനൽ കോഡ് വരുന്നത്. അതിനകത്തുനിന്ന് ഓരോ വെർട്ടിബ്രയ്ക്കും ഇടയിലൂടെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് അതിൻ്റെ നെർവ്സ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലാണ് ബ്രെയിനിനെയും അതുപോലെ നെർവ്സിനെയും സ്പൈനൽ കോഡിനെയും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ പിന്നെ ഈ നെർവസ് സെൽസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ബ്രെയിനിൻ്റെ വെയ്റ്റിൻ്റെ ഓൾമോസ്റ്റ് 80% നെർവ് സെൽസിനെ ഉപരി നെർവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗ്ലയൽ സെൽസാണ് ശരിക്കും. അപ്പോൾ അതിൻ്റെ ബ്രെയിനിന് തന്നെ 3 പാർട്സ് ആണുള്ളത്. സെറിബ്രം, സെറിബെല്ലം ആൻഡ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയും. പിന്നെയാണ് താഴേക്ക് സ്പൈനൽ കോഡ് വരുന്നത്. ബ്രെയിനിലെ ഈ കോർട്ടെക്സ് എന്ന് പറയുന്ന അവിടെയാണ് നമ്മളുടെ ബുദ്ധിയുടെയും അങ്ങനത്തെ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസ് നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള മനുഷ്യനെ ഏറ്റവും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെറിബ്രമാണ്. അവിടുത്തെ സെല്ലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഗ്ലയൽ സെല്ലെന്ന് പറയും, അത് അവിടെ ഉണ്ട്. അപ്പം ബ്രെയിനിന് എന്തെങ്കിലും ഡാമേജ് വന്നാലും ശരിക്കും ആദ്യം ഗ്ലയൽ സെൽസിന് മാത്രമേ വരുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കൊരു സ്ട്രോക്കൊക്കെ വന്നാലും റിക്കവറി പോസിബിൾ ആകുന്ന ഈ ഗ്ലയൽ സെൽസ് അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാം എടുക്കും. പിന്നെയുള്ളത് നമ്മുടെ സെറിബെല്ലമാണ്. ഈ സെറിബെല്ലം എന്ന് പറയുന്നതാണ് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ 80% സെൽസും ശരിക്കും ന്യൂറോൺസ് തന്നെയാണ്. അവിടെ പ്രൊട്ടക്റ്റീവ് സെൽസ് കുറച്ചും കൂടെ കുറവാണ്. നമ്മളുടെ മാത്രമല്ല, നമ്മുടെ ഓട്ടോണോമിക് സിസ്റ്റം, അതായത് നമ്മൾ അറിയാതെ ചെയ്യുന്ന പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് സെറിബെല്ലം. ശരിക്കും സെറിബെല്ലം ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാം നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ ബാലൻസിങ്, ഹാർട്ടിൻ്റെ ആക്ടിവിറ്റിയും നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ആക്ടിവിറ്റി അതെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ എല്ലാം സെൻറ്റർ സെറിബെല്ലമാണ്. ഇതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ളത്, അതായത് സെറിബ്രത്തെയും സെറിബെല്ലത്തെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ളതാണ് സ്റ്റെം എന്ന് പറയുന്ന ഭാഗം. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് സ്പൈനൽ കോഡ് വരുന്നത്. പിന്നെ അതിൽ നിന്ന് ഓരോ നെർവ്സ് വരിക. അതായത് ബ്രെയിനിൽ നിന്ന് തന്നെ വരുന്ന നെർവ്സിന് നമ്മളൊരു 12 നെർവ്സ് വരുന്നുണ്ട്. അതിനാണ് ക്രേനിയൽ നെർവ്സ് എന്ന് പറയും. ഇപ്പം ആദ്യത്തെ ക്രേനിയൽ നെർവ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഇതാണ്, നമ്മുടെ സ്മെല്ലുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ കണ്ണിൻ്റെ നെർവ്സ് വരും. പിന്നെ അതുപോലെ ആ സെൻസേഷൻ ഓറിയൻറ്റഡ് ആണ് മെയിനായിട്ട് വരുന്ന ബ്രെയിനിൻ്റെയും ഫേസിൻ്റെയും ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നെർവ്സുകളാണ് ഈ ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഒരു വേഗസ് നെർവ് ഉണ്ട്. അതാണ് മെയിൻലി നോമിക് നെർവ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഈ വേഗസ് നെർവ് എന്ന് പറയുന്നത്. അങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടാണ് നമ്മളുടെ നെർവ്സിനെയും ബ്രെയിനിനെയും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ സർക്കുലേഷൻ ആണെങ്കിലും വളരെ പ്രത്യേകതകളുണ്ട്. അതായത് രക്തഓട്ടത്തിനും അതുപോലെ അവിടത്തേക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ലിംഫാറ്റിക് സിസ്റ്റം തന്നെയുണ്ട്. ലിംഫാറ്റിക്സ് എന്നാണ് പറയുന്നത്.
അപ്പോൾ അതിൽ തന്നെ അതിലെ അശുദ്ധരക്തം, അതായത് വീനസ് ബ്ലഡിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ സ്പെഷ്യൽ സൈനസസ് ഉണ്ട്. പിന്നെ ഇതിനെല്ലാം വളരെയധികം ഈ വലത് സൈഡിൽ നിന്നും ഇടത് സൈഡിൽ നിന്നും ഒക്കെയുള്ള ഞരമ്പുകളാണെങ്കിലും, അതായത് രക്തക്കുഴലുകളാണെങ്കിലും കണക്റ്റഡ് ആയിട്ടാണ്. കാരണം ഒരിടത്തൊരു പ്രോബ്ലം വന്നാൽ പോലും ആ ബട്ടണിലോടത്തുനിന്ന് ബ്ലഡ് കിട്ടാൻ തക്ക രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അടുത്തത് നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റം, അതായത് ബ്രെയിനും നെർവ്സും ഒക്കെ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ബേസിക്കലി ഇതാണ് ബ്രെയിനും നെർവ്സും വെച്ചാണ് ഇലക്ട്രിക്കലി ആണ് നമ്മളുടെ എല്ലാ കൺട്രോൾ സിസ്റ്റവും വരുന്നത്. അത് നെർവ്സ് വഴിയാണ് ഇലക്ട്രിക്കൽ കൺട്രോൾ സിസ്റ്റം തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഉപയോഗിക്കപ്പെടുന്ന എനർജിയുടെ ഒരു 70% ഈ ബ്രെയിൻ സെൽസിൻ്റെ ഫങ്ഷനിങ്ങിനാണ് വേണ്ടി വരുന്നത്. അതിൽ തന്നെ ഈ ബ്രെയിൻ സെൽസിൻ്റെ ഫങ്ഷനിങ് എന്ന് പറയുമ്പം അതിൽ ഒരു സോഡിയം പൊട്ടാസ്യം പമ്പുണ്ട്. ഈ സോഡിയം നെർവ് കണ്ടക്ഷൻ, അതായത് നമ്മൾ ഈ നെർവ്സുകളെല്ലാം അത് നമ്മുടെ കൈയുടെ തുമ്പത്തെ നെർവ് മുതൽ, അതായത് സെൻസേഷൻ വരുന്നത് മുതൽ, അതുപോലെ നമ്മളുടെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊപ്രിയോസെപ്ഷൻ റിസപ്റ്റേഴ്സ് മുതൽ എല്ലാം നമ്മൾ ബ്രെയിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും തിരിച്ച് ആക്ടിവിറ്റി ആയിട്ട് മാറുന്നതും എല്ലാം ഇലക്ട്രിക്കൽ സിഗ്നൽസ് വഴിയാണ്. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് പോകുന്നത് തന്നെ സോഡിയം പൊട്ടാസ്യം പമ്പെന്ന് പറയും. അതായത് സോഡിയവും പൊട്ടാസ്യവും അതിൽ ഇലക്ട്രോലൈറ്റ്സ് സെല്ലുകൾക്കുള്ളിൽ നിന്ന് പുറത്തുനിന്ന് അകത്തേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ചാണ് ഈ കണ്ടക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ നെർവ്സ് ഇലക്ട്രിസിറ്റിയും നമ്മുടെ മെസ്സേജസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഓരോ സെല്ലിനും ഇടയിൽ, അതായത് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് കണ്ടക്ട് ചെയ്യാനുള്ളതിന് സ്പെഷ്യൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മളുടെ ഒരു ആക്ടിവിറ്റി നടക്കുന്നത് നമ്മൾ മസിൽ ആക്ട് ചെയ്യുമ്പോഴാണല്ലോ. നെർവിൽ നിന്ന് മസിലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് തന്നെ വരും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ബ്രെയിനിനുള്ളിലാണെങ്കിലും മസിലിനുള്ളിലാണെങ്കിലും മസിൽ ടു ബ്രെയിനൊക്കെ വരുന്നതും അസിറ്റൈൽ കോളിൻ എന്ന് പറഞ്ഞ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അതുപോലെ തന്നെ എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ, ഡോപ്പമിൻ, GABA, ഇങ്ങനെ കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അതിൽ വരുന്ന ഏറ്റക്കുറച്ചിലും അല്ലെ അതിൻ്റെ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പല ന്യൂറോളജിക്കൽ ഈവൻ സൈക്യാട്രിക് ഡിസോർഡേഴ്സ് വരുന്നതും എല്ലാം ഈ ഫിസിയോളജിക്കൽ മെക്കാനിസം, ഈ നെർവ് കണ്ടക്ഷനിൽ അല്ലെങ്കിൽ നെർവിൻ്റെ ഇമ്പൾസ് ട്രാൻസ്മിഷനും കണ്ടക്ഷനും വരുന്ന, അത് ഒന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ ഉള്ള ഡിഫിക്കൽട്ടീസ് വരുന്നത് ഐദർ ഈ സോഡിയം പൊട്ടാസ്യം പമ്പിൽ വരുന്ന പ്രശ്നമാകാം, അല്ലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന പ്രശ്നമാകാം, അല്ലെങ്കിൽ ഈ നെർവ് നമ്മളുടെ ചില നെർവ്സിനൊക്കെ വളരെ നീളമുണ്ട്, അതായത് നെർവ് ഫൈബേഴ്സായിട്ട് ഇങ്ങനെ പോവുകയാണ്. അത് സ്പൈനൽ കോഡ് മുതൽ നമ്മളുടെ വിരലിൻ്റെ തുമ്പ് വരെയൊക്കെ നീണ്ടു കിടക്കുന്നതാണ്. അപ്പോൾ അത്രയും നീളമുള്ള വളരെ ചെറിയ നെർവ് ഫൈബേഴ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഗ്ലയൽ സെൽസ് ഉണ്ട്. അപ്പോൾ ഈ സെൽസിന് വരുന്ന ഡാമേജ്, ആക്ച്വലി എന്ത് ഡാമേജ് വരുമ്പോഴും ആദ്യം ഈ പ്രൊട്ടക്റ്റീവ് സെൽസാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എടുക്കുന്നത്. അപ്പോൾ അതിന് ഡാമേജ് വന്നു, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടാതെ വന്നിട്ട്, അല്ലെങ്കിൽ ടോക്സിൻസ് വഴി, അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വഴി ഒക്കെ അതിന് ഡാമേജ് വരുമ്പോഴും ഈ നമുക്ക് പല വിധത്തിലുള്ള സൈക്കോളജിക്കലും ഫിസിക്കലുമായിട്ടുള്ള അസുഖങ്ങൾക്കും കാരണമാകും. നെക്സ്റ്റ് നമ്മളുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് നോക്കിയാൽ, നെർവ്സ് ഫങ്ഷൻ നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നതിൽ നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ പ്രവൃത്തികളും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ സെൻസറി ഓർഗൻസ് വഴി നമ്മൾ ഗെയിൻ ചെയ്യുന്ന നോളജാണ് നമ്മളുടെ ബുദ്ധി എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ ബേസിക്കലി സെൻസറി ഓർഗൻസ് എന്ന് പറയുമ്പം 6 എണ്ണമാണ്. നമ്മളെല്ലാവരും എപ്പോഴും 5 എണ്ണം എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് പഴയ കണക്കനുസരിച്ച് അതാണ്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് വരുമ്പോൾ അതായത് കാഴ്ച, കേൾവി, സ്മെല്ല്, ടേസ്റ്റ്, സ്കിന്നിൽ സെൻസേഷൻ, അതായത് പ്രഷർ, പെയിന്, ടച്ച്, ഇതൊക്കെ അറിയുന്ന ഇതാണ് സ്കിന്നിൻ്റെ ഇത് വരുന്നത്. ഈ 5 എണ്ണമാണ് നമ്മൾ പ്രൈമറി ഇതെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാകുന്ന അനുസരിച്ച് നമ്മുടെ ജോയിൻസ്, അതായത് മസിലും അതിൻ്റെ ടെൻഡൻസും ജോയിൻസും കൂടി ഒരു സെൻസറി ഓർഗൻ ആണെന്നുള്ളതാണ്. അതിന് പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയും.
അപ്പം അതിലൂടെ വരുന്ന അറിവുകളാണ്, അതിലൂടെ അതായത് മസിൽ എന്ത് നമ്മളുടെ ആക്ടിവിറ്റി നടക്കുന്നത് മസിലിലാണ്. അപ്പം മസിലിന് ഒരു മെമ്മറി ഉണ്ട്, മസിൽസ് മെമ്മറി എന്ന് പറയും. അപ്പം ബ്രെയിനിലെ മെമ്മറിയും മസിലിൻ്റെ മെമ്മറിയും കൂടെ കൂടുന്നതാണ് നമ്മളുടെ ഇൻ്റലിജൻസും അതുപോലെ നമ്മുടെ ആക്ടിവിറ്റിയും നമ്മളുടെ ബോഡിയുടെ എവറിത്തിങ് എന്ന് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിൽ മോട്ടോർ കൺട്രോൾ, അതായത് നമ്മളുടെ സ്കെലിറ്റൽ മസിൽ പേശികളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, സെൻസസ് ഈ സെൻസസിൻ്റെ ഇതുണ്ട്. പിന്നെ ഈവൻ ടെമ്പറേച്ചർ, അതുപോലത്തെ നമ്മളുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, ഇങ്ങനത്തെ റെഗുലേഷൻസ് എല്ലാം വരുന്നുണ്ട്. ഈവൻ ഇമോഷണൽ ബാലൻസ്, ലാംഗ്വേജിൽ തന്നെ റൈറ്റിങ്ങിന് വേണ്ടി ഒരു സെൻറ്ററുണ്ട്, വെർബലിന് വേണ്ടിയിട്ട് വേറൊരെണ്ണമുണ്ട്. പിന്നെ ഇമോഷൻസ്, പിന്നെ കോഗ്നിഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇൻ്റലക്റ്റ്, നമ്മളുടെ അനാലിസിസ് പവർ, ബേസിക്കലി നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ വിവേകവും ഇതെല്ലാം ഇതിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. നെക്സ്റ്റ്, ഈ ബ്രെയിനും നെർവ്സും തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ചാണ്. അസുഖങ്ങൾ നമുക്കറിയാം, എന്തെങ്കിലും ട്രോമ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ, ഒരു തലയിൽ അടിയേക്കോ അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൽ സ്കള്ളിനോ ബ്രെയിനിന് ആക്സിഡൻറ്റ് വരാം. അതുപോലത്തെ അങ്ങനത്തെ എക്സ്റ്റേണൽ ഇഞ്ചുറീസ് കൊണ്ടുവരുന്നതാണ്. പിന്നെ അതുകൂടാതെ ഉള്ളത് പെട്ടെന്ന് വരുന്നത് സ്ട്രോക്കാണ്. സ്ട്രോക്കും അതുപോലെ ചെറിയ സ്ട്രോക്കിനെയാണ് നമ്മൾ TIA എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് വിതിൻ 24 hour ഒരു സ്ട്രോക്കിൽ നിന്ന് റിക്കവറി വരുമ്പോഴാണ് ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയുന്നത്. അതിന് വെസൽസിന്, അതായത് രക്തക്കൊഴലുകൾക്കുണ്ടാകുന്ന ബ്ലോക്ക് അല്ലെങ്കിൽ രക്തക്കൊഴലുകൾ പൊട്ടി, അത് യൂഷ്വലി BP ഉള്ളവർക്കാണ് രക്തക്കൊഴലുകളിൽ പൊട്ടി അതിനകത്തുനിന്ന് ഊസിങ് വരുന്നത് കൊണ്ട് വരുന്ന സ്ട്രോക്ക് വരുന്നത്. പിന്നെ ഉള്ള ഒരു മേജർ ആസ്പെക്റ്റ് എപ്പിലെപ്സിയാണ്. എപ്പിലെപ്സി ബേസിക്കലി ഈ കൺവൾഷൻസ്, അത് നമ്മുടെ എപ്പിലെപ്സി എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് പെട്ടെന്നൊരു ഫയറിങ് പോലെ വരികയാണ്. അപ്പം അത് എങ്ങനെയാണ് ഈ എല്ലാം വളരെ കൺട്രോൾഡ് ആയിട്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ അവിടെ ഒരു അൺകൺട്രോൾഡ് ഇലക്ട്രിക്കൽ ഒരു ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനകത്തുണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ടുകളാണ് എപ്പിലെപ്സിക്ക് കാരണമാകുന്നത്. അപ്പം എപ്പിലെപ്സിയുടെ കൺട്രോളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലും ഇപ്പം നമ്മളെ മിക്കവാറും ഉള്ള ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസിൽ ഈ ഇലക്ട്രിക്കൽ കൺട്രോൾ സിസ്റ്റത്തെ അല്ലെങ്കിൽ ഈ നമ്മളുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ വരുന്ന എറർ കൊണ്ട് വരുന്നതാണ് ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാണ് എപ്പിലെപ്സി ഉണ്ടാകുന്നത്. അതുപോലെ പിന്നെ ഉള്ളത് ഈ ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്ന ഡീജനറേറ്റീവ് ഡിസീസസ് ആണ്. ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പം ഈ നമ്മൾ ഈ വിറയൽ രോഗം, പാർക്കിൻസൺസ് ഡിസീസ്, പിന്നെ ഈ പ്രായമാകുന്നതനുസരിച്ച് നമുക്ക് മെമ്മറി കുറയുന്നത്, ഡെമെൻഷ്യാസ്, അതുപോലെ അൾഷിമേഴ്സ് ഡിസീസ്, നമ്മളെല്ലാം ഓർമ്മകൾ മങ്ങിപ്പോകുന്നത്, പിന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത് നമ്മളുടെ ഏത് രീതിയിലും അത് ബാധിക്കാൻ, ചിലപ്പം ബലക്കുറവായിരിക്കും വരുന്നത്, ചിലപ്പം ബിഹേവിയറൽ അബ്നോർമാലിറ്റി ആയിരിക്കും. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അത് ബാധിക്കുന്നത് ശരിക്കും ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ ബ്രെയിൻ സെൽസിനെ, നെർവ് സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഗ്ലയൽ സെൽസിന് വരുന്ന ഡാമേജാണ്. അപ്പം നമ്മളുടെ ഈ ഇൻസുലേഷൻ, അതായത് നെർവ് ഫൈബറുകളുടെ ഇൻസുലേഷൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതായത് ഒരു ഷ്വാൻ സെൽസ് എന്ന് പറയുന്ന ഒരു സെല്ലുകളാണ് നമ്മുടെ ഈ നെർവ്സിനെ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഇൻസുലേഷൻ പോകുന്നതോടുകൂടി എല്ലാം ഷോർട്ട് സർക്യൂട്ടായി മാറും. പക്ഷേ അത്തരം ഷോർട്ട് സർക്യൂട്ട് നമ്മൾ എപ്പിലെപ്സിയിലേക്കല്ല പോകുന്നത്, ബിഹേവിയറൽ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ തളർച്ച, മസിലുകളുടെ ഡിസ്ഫങ്ഷനിലേക്കായിരിക്കും പോകുന്നത്. പിന്നെ ഒരു ഡീജനറേറ്റീവ് ഡിസീസാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറയുന്നത്. മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറയുന്നതിൽ നമുക്ക് ചിലർക്ക് വിഴുങ്ങാനും അങ്ങനെ സംസാരിക്കാനും ഉള്ള ബൾബാർ പാൾസി പോലെയായിരിക്കും വരുന്നത്. അത് ഏത് ഭാഗത്തെ അഫക്റ്റ് ചെയ്യുന്നെന്ന്, ചിലർക്ക് പെരിഫറലായിരിക്കും, അതായത് കൈക്കും കാലിനും ഒക്കെ ആയിരിക്കും ആദ്യം വരുന്നത്. അതാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ്. അതും വളരെ ഇങ്ങനെ പ്രോഗ്രസീവായിട്ടുള്ളതാണ്. ഒരു 2 to 10 years മിക്കവാറും നമ്മളുടെ യൂഷ്വലി അവർ മരണം വരുന്നത് മിക്കവാറും ഈ നമ്മൾ ഡയഫ്രം, അതായത് ശ്വാസകോശവുമായിട്ടുള്ള ബന്ധപ്പെട്ട മസിലിനെ അഫക്റ്റ് ചെയ്യുമ്പോഴേക്കാണ് അവർക്ക് ശ്വാസം കിട്ടാതെ വന്ന് മരിക്കുന്ന ഒരു നിലയിലേക്ക് വരുന്നത്. പക്ഷേ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മസിൽസ് ഓരോന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും, പക്ഷേ മറ്റുള്ള ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസും ബ്രെയിൻ ഫങ്ഷനും ഓക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊരു വളരെ ഒരു ഡിഫിക്കൽറ്റി ഉള്ള ഒരു അസുഖമാണ്. പിന്നെ സൈക്യാട്രിക് കണ്ടീഷൻസാണ്. സൈക്യാട്രിക് കണ്ടീഷൻസിൽ മെയിൻലി, അതായത് ഡിപ്രഷനും ടെൻഷനും, ഇതെല്ലാം ബേസിക്കലി
ഈവൻ സ്കിസോഫ്രീനിയ പോലെയുള്ളത്, പിന്നെ അതുപോലെ ബൈപ്പോളാർ ഡിസീസ്. ചില സമയത്ത് ഡിപ്രഷനായിരിക്കും, ചില സമയത്ത് ഓവർ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത്. അതായത് ചില സമയത്ത് ഒരു സൈക്കോട്ടിക്കായിട്ട് മാറും, ചില സമയത്ത് ഡിപ്രസ്ഡ് ആയിരിക്കും. അതാണ് ബൈപ്പോളാർ ഡിസീസ് എന്ന് പറയുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മളുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന പ്രോബ്ലമാണ്. അപ്പോൾ അതിനെ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററെ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകളാണ്, അല്ലെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള മരുന്നുകളാണ് അതിലുപയോഗിക്കുന്നത്. പിന്നെ ട്യൂമേഴ്സാണ്. അതിൽ തന്നെ ബിനൈൻ ട്യൂമേഴ്സ് വരാം, മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് വരാം. അതിൽ തന്നെ പലപ്പോഴും പ്രൈമറി, കൂടാതെ ഗ്ലയൽ സെൽ ട്യൂമർ അങ്ങനെയൊക്കെയാണ് പ്രൈമറി വരുന്നത്. അതിൽ ചിലത് മാലിഗ്നൻ്റ് ആവാം. പിന്നെ ഏറ്റവും കൂടുതൽ മറ്റ് ഓർഗനുകളിൽ വരുന്നതിൻ്റെ സെക്കൻഡറീസ് ആയിട്ട്, ഇപ്പം ബ്രെയിൻ ക്യാൻസറിൻ്റെയോ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെയോ കോളൻ ക്യാൻസറിൻ്റെ എല്ലാം സെക്കൻഡറീസ് ബ്രെയിനിൽ വരാവുന്നതാണ്. അപ്പോൾ അതൊക്കെ പലപ്പോഴും വേദനകളായിട്ട് വരാം, തലവേദനയായിട്ടായിരിക്കും ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈവൻ സൈക്കോളജിക്കൽ ബിഹേവിയറൽ അബ്നോർമാലിറ്റി ആയിട്ടായിരിക്കും ഈ ട്യൂമേഴ്സ് ആണെങ്കിലും പ്രസൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് ന്യൂറോപ്പതി, അതായത് നെർവ്സിന് വരുന്ന ഡാമേജ്, അല്ലെ നെർവ്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പം അത് ഏത് സെൻസറി ഓർഗനെ, ഇപ്പം കണ്ണിൻ്റെ നെർവ്സിന് ബാധിച്ചാൽ കണ്ണിന് കാഴ്ച പോകാം. സ്കിന്നിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം സെൻസേഷൻ, അത് ചിലപ്പം സ്കിന്നിൻ്റെ ഈ സെൻസറി ന്യൂറോപ്പതിയിൽ പലപ്പോഴും പുകച്ചിൽ, അസ്വസ്ഥതകളായിരിക്കാം സ്കിന്നിൽ അതിന് പലപ്പോഴും വരുന്നത്. പിന്നെ സെൻസേഷൻ പോവുക എന്നുള്ളതാണ്. അപ്പോൾ സെൻസേഷൻ പോകുമ്പോഴാണ് പലപ്പോഴും അൾസർ ആ രീതിയിലേക്ക് മാറുന്നത്. പിന്നെ ചെവിയുടെ നെർവിനെയാണ് ബാധിക്കുന്നതെങ്കിൽ ചെവിയുടെ കേൾവിക്കുറവ് വരും. പിന്നെ ബാലൻസ്, ചെവിക്കൊരു ബാലൻസിങ് പ്രോബ്ലം, ബാലൻസ് ചെയ്യുന്നതിനും ചെവിയുടെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചെവിയിൽ നെർവ്സിനെ ബാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെസ്റ്റിബുലാർ സിസ്റ്റത്തെയാണ് ബാലൻസ് പോകും. പിന്നെ രുചിയെ എഫക്റ്റ് ചെയ്യാം, ടേസ്റ്റ്. പലപ്പോഴും പ്രായമായവർക്ക് ടേസ്റ്റ് കുറഞ്ഞു പോകും, അവർക്ക് ഫുഡൊന്നും പിടിക്കാതെ വരുന്നത് പോലെ വരാമല്ലോ. അത് ചിലപ്പോൾ ആക്സിഡൻസ് കഴിഞ്ഞിട്ടുമൊക്കെ ടേസ്റ്റിൽ കുറവ് വരാം. പിന്നെ സ്മെല്ല് ഇപ്പം നമുക്ക് കോവിഡ് വരുമ്പോൾ നമ്മൾ ആദ്യം ഈ സെൻസറി നെർവ്സും ഈ നേഴ്സസ് സ്മെല്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ വരാം. പിന്നെ ഉള്ളത് പൊസിഷനും ബാലൻസിനും ചെവി മാത്രമല്ല, നമ്മളുടെ ഈ ജോയിൻസും മസിലുമായിട്ടും കണക്റ്റഡ് ആയിട്ടുള്ള സെൻസേഷൻസ് ഉണ്ട്. അതിന് വരുമ്പോഴും നമ്മളുടെ ഈ ബാലൻസ് പോവുക, വിറയൽ, സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാൻ പറ്റാതെ വരിക, നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സ്വേയിങ് പോലെ വരിക, ആടിപ്പോവുക എന്നൊക്കെ ഉള്ളത് അത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. പിന്നെ ഉള്ളത് മോട്ടോർ സിസ്റ്റത്തിലെയാണ്. അതായത് നമ്മളുടെ ഈ നെർവ്സ് വന്ന് ഈ മസിലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടില്ലാതെ, അതായത് ഒരു മോട്ടോർ നെർവിന് നശിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മസിലും അതോടുകൂടി നശിഞ്ഞു പോകും. അപ്പം ആ നെർവ്സാണ് ഈ മസിലുകളെ ജീവിപ്പിച്ച് നിർത്തുന്നത് തന്നെ. അപ്പം മോട്ടോർ ന്യൂറോൺസിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ്, ഇപ്പോൾ നമ്മളൊരു മുറിവ് വന്ന് നെർവിനൊരു ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സപ്ലൈ വരുന്ന ആ നെർവ്സിന് ബലമില്ലെന്നായി പോകും. അപ്പോൾ അങ്ങനെയാണ് മറ്റേ നമുക്കൊരു മുറിവ് വന്നിട്ട് ചില നെർവ് ഡാമേജ് വന്ന് ആ ഭാഗത്തിന് പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ ഉള്ളത് ഓട്ടോണോമിക് നെർവ് സിസ്റ്റമാണ്. ഓട്ടോണോമിക് നെർവ് സിസ്റ്റം എന്ന് പറയുന്നതാണ് നമ്മളുടെ എല്ലാ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസും, ഹാർട്ടിൻ്റെ ബീറ്റിങ്, ശ്വാസം എടുക്കുന്നത്, വയറിൻ്റെ ഇൻറ്റസ്റ്റൈനൽ ആക്ടിവിറ്റീസ്, യൂറിൻ്റെ ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഓട്ടോണോമിക് നെർവ് സിസ്റ്റം. അതിന് സിമ്പത്തറ്റിക് ഉണ്ട്, പാരാസിമ്പത്തറ്റിക് ഉണ്ട്. സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് രണ്ട് രീതിയിലാണ് പലപ്പോഴും ആക്ട് ചെയ്യുന്നത്. അത് ഈ സിമ്പത്തറ്റിക് ആക്ടിവിറ്റിയും പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റിയും അത് ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇംബാലൻസസ് ആണ് പലപ്പോഴും നമുക്ക് ഈ ഓട്ടോണോമിക് ആക്ടിവിറ്റിയിലെ ഇംബാലൻസസ് ആണ് ഈ നെഞ്ചിടിപ്പ് കൂട്ടുക, നെഞ്ചിടിപ്പ് കുറഞ്ഞു പോയി നമ്മൾ പേസ് മേക്കർ വെക്കേണ്ടി വരിക, അതുപോലെ ഗ്യാസ് ഫോം ചെയ്യുക. നമ്മൾ വയറിൻ്റെ ആക്ടിവിറ്റീസിൽ വരുന്ന പ്രശ്നം കൊണ്ടാണ് ഈ വയറ് കമ്പിക്കുക, വയറിൻ്റെ പല അസ്വസ്ഥതകൾക്കും കാരണം ഈ ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തിൽ വരുന്ന, അവരാണ് ഇൻറ്റേർണൽ ഓർഗൻസിനെല്ലാം സപ്ലൈ കൊടുക്കുന്നത്, അതിൽ വരുന്ന തകരാറുകളാണ്. പിന്നെ ഈവൻ ഹോർമോൺ ബാലൻസിൽ, ഹോർമോൺസ് നമുക്കറിയാം, നമ്മുടെ ബ്രെയിനിൽ തന്നെ ഒരു 3 മേജർ ഹോർമോൺ ഗ്രന്ഥികളുണ്ട്. അതായത് ഒന്ന് പെനിയൽ ഗ്ലാൻഡ് ഉണ്ട്, പിന്നെ ഹൈപ്പോതലാമസ് ഉണ്ട്, പിന്നെ പിറ്റ്യൂട്ടറി ഉണ്ട്. ഈ 3 ഒരു ഹോർമോൺ ഗ്രന്ഥികളാണ് നമ്മുടെ താഴെയുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും ചെയ്യുന്നത്. അപ്പം ബ്രെയിനിലുള്ളത് ശരിക്കും ഹോർമോണൽ കൺട്രോൾ
ഇലക്ട്രിക്കൽ കൺട്രോൾ മാത്രമല്ല നെർവ്സ് വഴിയുള്ളത്, ഈ ഹോർമോണൽ കൺട്രോളിനെയും എല്ലാ ഹോർമോൺസിനെയും, ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോണിനാണെങ്കിൽ TSH ഉണ്ട്, അങ്ങനെ പല ലെവൽ ഓഫ് കൺട്രോള് ബ്രെയിനിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന തകരാറുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റബോളിക് സിൻഡ്രോം. അതായത് ഹൈപ്പർ ടെൻഷന്, അതുപോലെ ഈവൻ ഡയബറ്റിസ്. ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് ഈ ബ്രെയിനിൽ നിന്നുള്ള ഹോർമോണൽ കൺട്രോളിന് വരുന്ന വേരിയേഷൻസും കൂടെയാണ് മറ്റുള്ള ഈ മെറ്റബോളിക് സിൻഡ്രോം പോലെയുള്ള PCOD, ഇൻഫെർട്ടിലിറ്റി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നതും ഈ ബ്രെയിനിൽ നിന്നുള്ള ഹോർമോണുകളുടെ, അതായത് ബ്രെയിനിൽ ഈ ഇതിനെ കൺട്രോൾ, ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺസിന് റിലീസ് വരുന്നത് എല്ലാം അവിടുത്തെ നെർവ്സാണ് അതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. അവരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ നെർവ്സ് ഫങ്ഷനിങ്ങിൽ വരുന്ന വേരിയേഷൻസാണ് ഫൈനലി ഹോർമോൺ ഇംബാലൻസിലേക്കും പോകുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ കുട്ടികളിലെ രോഗങ്ങളെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമുക്കറിയാമല്ലോ, കുഞ്ഞുങ്ങൾക്ക് മാനസിക വളർച്ചയില്ലാത്ത കുട്ടികളുണ്ടാകുക എന്നുള്ളതാണ്. അതിലും ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് ഓട്ടിസം പോലെയുള്ള മാനസിക രോഗങ്ങൾ. അതായത് അവർ വയലൻ്റായിട്ട് കുട്ടികൾ ബിഹേവ് ചെയ്യുന്നതൊക്കെ അതൊരു മാനസിക രോഗത്തിൻ്റെ ഭാഗമാണ്. അതെല്ലാത്തിനും കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് വരുന്ന തകരാറുകളാണ്. അത് ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസി ആകാം, അല്ലെങ്കിൽ വൈറസ് പോലെയുള്ള ഈ മംസ്, മീസിൽസ് ഒക്കെ പോലെയുള്ള വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകുന്നതാകാം. പിന്നെ ടോക്സിൻസ്, ഇപ്പം പല നെർവ് ഡാമേജ് വരുത്തുന്ന പല ഇതുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ലെഡ് എന്ന് പറയുന്നത്, ലെഡ് പോയിസണിങ്. ഈ ലെഡ് പോയിസണിങ് നമ്മളുടെ ഇൻ്റലക്ച്വലിനെയും എല്ലാം എന്ത് ചെയ്യുന്നതാണ്. അത് കുഞ്ഞുങ്ങളിൽ വന്നാൽ മേജർ ഇതിലേക്ക് പോകും. ഈവൻ പ്രായമായവരിൽ വന്നു കഴിഞ്ഞാലും ലെഡ് പോയിസണിങ് വന്നു കഴിഞ്ഞാൽ അവരുടെ നെർവസ് സിസ്റ്റത്തെയാണ് ലെഡ് പോയിസണിങ് ബാധിക്കുന്നത്. പിന്നെ ഉള്ളത് ഈവൻ ലേണിംഗ് ഡിസബിലിറ്റീസ്, കുട്ടികളിൽ വരുന്ന ലേണിംഗ് ഡിസബിലിറ്റീസ്, ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസ് എല്ലാം, ഈവൻ ഈ ഇതിനെല്ലാത്തിനും കാരണം പ്രഗ്നൻസിയിൽ വരുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസോ അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ടാകുന്ന രോഗങ്ങളോ ആകാം. അമ്മയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ പ്ലാസൻ്റയെ ബാധിക്കാം. പ്ലാസൻ്റയെ ബാധിക്കുമ്പോഴാണ് ഈ വളർച്ചക്കുറവുണ്ടാകാം. അതുപോലെ നേരത്തെ പ്രസവം നടക്കുക. അപ്പോൾ നേരത്തെ പ്രസവം നടക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിലെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ഫുള്ളായിട്ടുണ്ടാവില്ല. അതുപോലെ രക്തക്കൊഴലുകളൊക്കെ നേർത്തതാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉള്ളിലേക്ക് ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടാകാം. അപ്പം ആ പ്രസവത്തോടു കൂടി ബ്ലീഡിങ് വരാം. അപ്പോൾ ഇത്തരം പ്രിമച്വർ ചിൽഡ്രന് ഇങ്ങനത്തെ എല്ലാ ന്യൂറോളജിക്കൽ പ്രോബ്ലംസും വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ കുട്ടികളിൽ ബുദ്ധിക്കുറവിനും അബ്നോർമൽ ബിഹേവിയറിനും എല്ലാത്തിനും കാരണമാകുന്നത് അത്തരം പ്രോബ്ലംസാണ്. പിന്നെ നമ്മൾ ഈ നെർവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുടെ, അതായത് ബ്രെയിനും നെർവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ എന്ന് പറയുമ്പം അതെങ്ങനെയാണ് അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫിസിക്കലായിട്ട് വരാം. അപ്പം ഫിസിക്കലായിട്ട് വരുമ്പോൾ ഇപ്പോൾ കണ്ണിൻ്റെ ആണെങ്കിൽ കാഴ്ചക്കുറവായിരിക്കും വരിക. സ്കിന്നിലൊക്കെ ആണെങ്കിൽ പുകച്ചിൽ, നീറ്റൽ ഒക്കെ വരും. അല്ലെങ്കിൽ സെൻസേഷൻ, ടച്ചൊന്നും അറിയാതെ പോകുന്നത് പോലെ വരാം. പിന്നെ അതുപോലെ ഓരോ ഓർഗൻ അനുസരിച്ച് അത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പിന്നെ ഏത് പാർട്ടിനെയാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ചെവിയുടെ നെർവിനെയാണോ, അല്ല ചെവിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ബ്രെയിനിനെ ആണോ, അല്ലെങ്കിൽ ഓരോ ഓർഗനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് അതുമായിട്ട് അതിൻ്റെ കൺട്രോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടും പിന്നെ അതിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ടും എല്ലാം ആണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഭാഗത്താണ് പ്രശ്നം വന്നതെന്നനുസരിച്ചായിരിക്കും പ്രോബ്ലം വരുന്നത്. അതുപോലെ മെൻ്റൽ ഡിസീസായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ഈവൻ ഒരു മുഴ ബ്രെയിനിലുണ്ടായാൽ ചിലപ്പം സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റി ആയിട്ടായിരിക്കാം പ്രസൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇറിറ്റബിലിറ്റി ആവാം, ഡിപ്രഷൻ ആവാം, പിന്നെ അല്ലെങ്കിൽ ബുദ്ധിക്കുറവ്. നമുക്ക് നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാൾ ചിലപ്പം പെട്ടെന്ന് എന്താണെന്ന് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കറിയാമല്ലോ അൾസൈമേഴ്സ് ഡിസീസ് പോലെ മെമ്മറി ലോസ്. അപ്പം നമ്മൾ ആളെ തിരിച്ചറിയാതെ ആകുക, പെയിന്, വീക്ക്നെസ്, ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ബ്രെയിനുമായിട്ടും അല്ലെങ്കിൽ നെർവുമായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ പ്രസൻറ്റ് ചെയ്യാം. തലവേദന മുതൽ വിറയൽ മുതൽ എനിത്തിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഈവൻ ഫ്രാങ്ക് സൈക്കോസിസ് ആയിട്ടും പ്രസൻറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ ഈ ബ്രെയിനുമായിട്ട് ഉള്ള അല്ലെങ്കിൽ നെർവുമായിട്ട് വരുന്ന രോഗങ്ങളുടെ പ്രത്യേകത. അതാണ്. അത് ഏത് സിവിയറിറ്റിയിലേക്കും പോകാം, ചെറുതാകാം, വലുതാകാം, ഏത് സിംറ്റംസ് ആയിട്ടും പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഡയഗ്നോസിസ് ആണ്. എങ്ങനെയാണ് ബ്രെയിനിൻ്റെ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് സ്കാനിങ് ആണ്. അതായത് അവിടെ ഒരു സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി,
ഒരു മുഴയുണ്ടെങ്കിലോ അല്ലെങ്കിൽ രക്തം കട്ട പിടിച്ച് രക്തക്കുഴലിൽ രക്തയോട്ടം കുറയുക, അല്ലെ രക്തയോട്ടം ഒരു ബ്ലീഡിങ് ഉണ്ടാകുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇപ്പം CT സ്കാനുണ്ട്, MRI ഉണ്ട്, അതുപോലെ ആൻജിയോഗ്രാം, രക്തക്കുഴലുകളുടെ കണ്ടീഷൻ അറിയാനായിട്ട് നമ്മൾ ഒരു രക്തക്കുഴലിലേക്ക് ഒരു ഡൈ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നുള്ളത് അറിയാനായിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചറൽ പ്രോബ്ലംസ് കണ്ടുപിടിക്കാനായിട്ട് വരുന്നത്. പിന്നെ ഫങ്ഷണൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻസിനെ കുറിച്ചും അറിയാനായിട്ടാണ്. ഇപ്പം എപ്പിലെപ്സി വന്ന് നമ്മൾ EEG ആണ്, ഇലക്ട്രോ എൻകെഫലോഗ്രാം എന്ന് പറയും. അതുപോലെ ഈ നെർവ്സ് മസിലിന് വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ EMG ആണ്, അതായത് ഇലക്ട്രോ മയോഗ്രാം എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ബ്രെയിനിൻ്റെ മറ്റുള്ള രീതിയിലുള്ള ഫങ്ഷണൽ അനാലിസിസ്, ഇപ്പം പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ഫീൽഡാണ് ബ്രെയിൻ ഫങ്ഷൻ തന്നെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പം ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ളവരുടെ ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ ഓവർ ആക്റ്റീവ് ആകാം, ചില ഭാഗങ്ങൾ അണ്ടർ ആക്റ്റീവ് ആകാം. അതിന് PET-CT ആണ്, PET പ്ലസ് CT സ്കാനും അല്ലെങ്കിൽ MRI ഒക്കെ കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ബ്രെയിൻ ഫങ്ഷണൽ സ്റ്റഡീസിനാണ് ഇപ്പം ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഇപ്പം നമുക്കൊരു സ്കിസോഫ്രീനിയോ അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡേഴ്സിന് ഡയഗ്നോസ് ചെയ്യാൻ അതിൻ്റെ റോളിനെ കുറിച്ച് കാര്യമായിട്ടുള്ള ഇത് വന്നിട്ടില്ല. ഇപ്പം നമ്മളൊരു മെൻ്റൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ നമ്മളൊരു PET സ്കാൻ നോക്കുന്നത് ബേസിക്കലി അവിടെ എന്താണ് ഫിസിക്കൽ അബ്നോർമാലിറ്റി അറിയാനാണ്. മറ്റേ ഒരു ഫിസിയോളജിക്കൽ സ്കാനിങ്ങിന്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഫങ്ഷണൽ സ്കാനിങ്ങിൻ്റെ ഒരു ഡയഗ്നോസ്റ്റിക് ലെവലിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. അതൊരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലും നമുക്കറിയാം ബേസിക്കലി നമ്മളുടെ ഈ സൈക്കോളജിക്കൽ ഈവൻ ബിഹേവിയറൽ അബ്നോർമാലിറ്റി എല്ലാത്തിനും ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. ഒരാളുടെ ബ്രെയിന് ആയിട്ട് കണക്ട് ചെയ്താണ് എല്ലാ ബിഹേവിയറൽ പ്രോബ്ലം. നമ്മളിപ്പം ഒരു ക്രിമിനൽ ടെൻഡൻസി ഒക്കെ ഉള്ളവർക്കും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് അവരുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്ന പ്രോപ്പറല്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നത്തിലേക്ക് വരുന്നത്. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് ഈ നെർവും ബ്രെയിനും ഒക്കെ ഈ അബ്നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാനും ഇത്തരം രോഗങ്ങൾക്ക് കാരണമാകുന്നതെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം ബേസിക്കലി നെർവ് കോശങ്ങൾക്ക് വേണ്ടത് ന്യൂട്രീഷനാണ്. അത് നമുക്ക് ഓൾമോസ്റ്റ് 57 ന്യൂട്രിയൻസ് വേണ്ടതുണ്ട്. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീന്, അമിനോ ആസിഡ്സ്, എസെൻഷ്യൽ ഫാറ്റ്, പിന്നെ ഓക്സിജനും വെള്ളവും. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ന്യൂട്രിയൻസ്. ഇതിൻ്റെ കുറവുകളാകാം വരുന്നത്. പിന്നെ ഉള്ളത് ഇതെല്ലാം നമ്മൾ ബ്രെയിനിലേക്കും നെർവ്സിലേക്കും ഒക്കെ ഈ ന്യൂട്രീഷൻ എത്തിക്കുന്നതും അവിടെ നിന്ന് വേസ്റ്റ് മെറ്റീരിയൽ മാറ്റുന്നതും ബ്ലഡ് വെസൽസും ലിംഫാറ്റിക് സിസ്റ്റവുമാണ്. അപ്പം ഈ സിസ്റ്റത്തിൽ വരുന്ന തകരാറുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പം ബ്രെയിനിന് പിന്നെ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ബ്രെയിൻ ട്രോമ വരാം. അതുകൊണ്ട് അപ്പോഴും അവിടെ സംഭവിക്കുന്ന രക്തക്കുഴലുകളെയും സെൽസിനെ ഡയറക്റ്റായിട്ടും ചിലപ്പോൾ ഡാമേജ് ചെയ്യാം. ബേസിക്കലി രക്തക്കുഴലുകൾക്കാണ് അവിടെ ആ ഇമ്പാക്റ്റ് വരുന്നത്. പിന്നെ ഇൻഫെക്ഷൻസ് വരാം. പിന്നെ ടോക്സിൻസ്, ഇനി പറഞ്ഞാൽ ലെഡും അതുപോലെ ഹെവി മെറ്റൽസ് പല ടോക്സിൻസായിട്ട് വരാം. പിന്നെ ഈവൻ നമ്മളുടെ ജെനറ്റിക് ഫാക്ടേഴ്സ് ഡെഫിനറ്റ്ലി ഒരു പ്ലേ വരുന്നുണ്ട്. നമ്മളുടെ ഒരു ഇപ്പം നേരത്തെ എന്തെങ്കിലും ഒരു ബ്രെയിനുമായിട്ടുള്ള ഈവൻ സ്കിസോഫ്രീനിയ തന്നെ അല്ലെങ്കിൽ സൈക്കാട്രിക് അബ്നോർമാലിറ്റി ഉള്ളവർക്ക് അവരുടെ മക്കൾക്ക് അത് വരാനുള്ള ചാൻസസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പിന്നെ ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഏജിങ്ങിൻ്റെത് ബേസിക്കലി ഏജിങ് കൂടുന്നതനുസരിച്ച് ബ്രെയിൻ്റെ ഫങ്ഷൻ കുറയാനും കാരണം അത് നമ്മളുടെ മറ്റ് ജീവിതശൈലി രോഗങ്ങളും കൂടെ ആയിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പം നമ്മളുടെ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഡയബറ്റിസിൽ ഗ്ലൂക്കോസ് ഒരു ടോക്സിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ ടോക്സിൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പം പിന്നെ നമ്മളിപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് ഇപ്പം ഡയബറ്റീസിന് നമ്മൾ ഇൻസുലിൻ കൊടുത്താണ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്. ഈ ഇൻസുലിൻ തന്നെ ബ്രെയിനിന് ടോക്സിക് ആയിട്ടാണ് വരുന്നത്. അത് ബ്രെയിനിൻ്റെ രക്തക്കുഴലുകളെ ഡാമേജ് ചെയ്യുന്നു. അത് തന്നെ ഈ അൽഷിമേഴ്സ് ഡിസീസ്, ഡെമൻഷ്യയ്ക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പം ഈ രക്തക്കുഴലുകൾക്ക് ഡാമേജായി മൈക്രോ ബ്ലീഡിങ് വരുന്നതാണ്. ഈ പല മൾട്ടിപ്പിൾ നമ്മൾ അറിയാതെ പോകുന്ന ബ്ലീഡിങ്ങുകളും അല്ലെങ്കിൽ ബ്ലോക്കുകളും ഒക്കെയാണ് ഈ ഫൈനലി നമ്മുടെ ഈ ഓർമ്മക്കുറവും നമ്മുടെ ബുദ്ധിക്കുറവിലേക്കും ഒക്കെ പ്രായമാകുമ്പോൾ വരുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരിക്കുന്ന ഒന്ന് ഡയബറ്റീസാണ്. പിന്നെയുള്ളത് ബി പി കൂടുന്നതനുസരിച്ച് നമ്മൾ ബി കൂടുമ്പോഴും അതുപോലെ തന്നെ ബിപിയുടെ മരുന്നുകൾ രണ്ടും നമ്മളുടെ ബ്രെയിനിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്. കാരണം ബി പി കൂടുന്നത് എന്തിനാണ്? നമുക്ക് രക്തക്കുഴലുകൾ രക്തം എത്തിക്കാനാണ്. എവിടെയെങ്കിലും
രക്തയോട്ടം കറക്റ്റ് ആകാതെ വരുമ്പോഴാണ് BP കൂടുന്നത്. അപ്പം നമ്മൾ മരുന്ന് കുറച്ച് നിർത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ബ്രെയിനിലേക്കുള്ള സർക്കുലേഷനെയാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഹൈ പ്രഷറിൽ പമ്പിങ് വേണ്ടത്. അപ്പം BP കുറച്ച് നിർത്തുമ്പോൾ നാച്ചുറലി ബ്രെയിനിൻ്റെ സർക്കുലേഷൻ കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിൻസ് കഴിക്കുമ്പോഴും ഈ കൊളസ്ട്രോൾ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങിന് ഏറ്റവും വേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ തന്നെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് സ്റ്റാറ്റിൻസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും സ്റ്റാറ്റിൻ കഴിക്കുന്നവർക്ക് മെമ്മറി കുറവ് വരുന്നതായിട്ട്, പ്രത്യേകിച്ച് ഷോർട്ട് ടേം മെമ്മറി പലർക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. സ്റ്റാറ്റിൻ മെഡിസിൻസും അതുപോലെ BP മരുന്നുകളും ഡയബറ്റിക് മെഡിസിൻസും ഒക്കെ എടുക്കുന്നവർക്ക് ബ്രെയിൻ ഫങ്ഷനിങ് കുറയും, അവരുടെ മെമ്മറി കുറയും. അതായിരിക്കും അവർ ഏറ്റവും നമ്മൾ നേരത്തെ നമുക്കറിയാൻ പറയുന്നത്, നമുക്ക് മെമ്മറി കുറവ് അല്ലെങ്കിൽ ഒരു പലപ്പോഴും പെട്ടെന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു കണ്ണിൽ ഇരുട്ട് വരുന്നതിൽ ഒരു ഷേക്കി ആയിട്ട് നമുക്ക് തോന്നാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് വരുന്നതാണ്. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഈ ടോക്സിൻസ്, നമ്മളിപ്പോൾ ഈ കളർ പ്രിസർവേറ്റീവ്സ് ഫുഡിൽ വരുന്ന ഒത്തിരി കണ്ടൻസ് വരുന്നുണ്ടല്ലോ. ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മളുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുകയാണ്. അപ്പം പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ചില ഫുഡും തലവേദനയായിട്ട് ബന്ധമുണ്ട്. അപ്പം ചില ഫുഡാണ് തലവേദന ഉണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസ് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ നോക്കേണ്ടത് നമുക്ക് എന്ത് കഴിക്കുമ്പോഴാണ് ഒരു തലവേദനയാണേലും വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഉറക്കക്കുറവിനും തലവേദനയ്ക്കും ഒക്കെ ഒരു മെയിൻ കാരണം നമുക്ക് പറ്റാത്ത ഫുഡിനകത്തുള്ള ടോക്സിൻസുമാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ടോക്സിൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അബ്യൂസ് ചെയ്യുന്ന ആൽക്കഹോള്, അതുപോലെ എല്ലാ ബ്രെയിനിനെ ഇപ്പോൾ നമ്മൾ MDMA, LSD ഇതൊക്കെയാണല്ലോ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന, ഏറ്റവും ചിൽഡ്രനൊക്കെ ഏറ്റവും യൂസ് ചെയ്തതായിട്ടും അവരുടെ ബ്രെയിൻ ഡാമേജ്. LSD ഒക്കെ ഈ കൂടുതലും ഇപ്പം ഒന്ന് ഒരു ഹൈക്കാണ്. ആൽക്കഹോൾ ആണെങ്കിൽ ബ്രെയിനിനെ ഡിപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് കൊക്കൈന് അല്ലെങ്കിൽ ഇതൊക്കെ പോലെയുള്ള ചിലത് നമ്മൾ ബ്രെയിനിനെ ഒരു ഹൈക്കിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് പെത്തിഡിനൊക്കെ ആണെങ്കിലും വേറെ രീതിയിലാണ്, ഓരോന്നും ഓരോ രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. MDMA, LSD, പെത്തിഡിൻ അല്ലെങ്കിൽ കൊക്കൈന്, ഹാഷിസ്, അങ്ങനത്തെ ഓരോന്നും ഓരോ രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. ഇതൊക്കെ ബ്രെയിൻ ഡാമേജ് വരുത്തുന്നത് കൊണ്ടും കൂടെയാണ്. അല്ലെങ്കിൽ അതിന് ഡിപ്പെൻഡൻ്റ് ആയി പോകുന്നു. ഈവൻ ബ്രെയിനിന് ഇപ്പം നമ്മൾ ഈ ആൽക്കഹോൾ ഡിപ്പെൻഡൻസും മറ്റ് ഡിപ്പെൻഡൻസുകളും എല്ലാം, അതായത് മറ്റേ സൈക്കോട്ടിക് ഡ്രഗ്സ് എല്ലാം തന്നെ നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രത്യേക ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. ഇതൊക്കെ പാരലാണ്, ഇതെല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് ഈ ഡിപ്പെൻഡൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ ബ്രെയിൻ സെൽസിന് അതില്ലാതെ ജീവിക്കാൻ പറ്റാതെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കിട്ടാതെ വന്നു കഴിയുമ്പോഴേക്കും അവർക്ക് ഭയങ്കര അസ്വസ്ഥതയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്, അവരുടെ ഒരു അബ്നോർമൽ. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ബേസിക് ബിഹേവിയറിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തണമെങ്കിൽ തന്നെ അതില്ലാതെ പറ്റാതെ വരുന്നു. അതാണ് ഇതിൽ വരുന്നത്. ഈവൻ കുട്ടികളിൽ ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം എന്ന് പറയും. അതായത് അമ്മമാർ ഈ പ്രഗ്നൻസി ടൈമിൽ ആൽക്കഹോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിന് സിവിയർ ആയിട്ടുള്ള തന്നെ ബ്രെയിൻ ഡാമേജ്, ഒരു പ്രത്യേക അവരുടെ സ്വഭാവം മാത്രമല്ല, അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ പോലും വ്യത്യാസം വരും. അതിനൊരു ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഇത് തന്നെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ഈ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇപ്പം നമുക്കറിയാം, സൈക്യാട്രിക് ഡിസീസിന് ഹൈപ്പർ ആണെങ്കിൽ ഒരു രീതിയിലും, ഹൈപ്പോ ആണെങ്കിൽ, ഡിപ്രഷൻ ആണെങ്കിലും ഒരു രീതിയിൽ, ആങ്സൈറ്റിക്ക് ആണെങ്കിലും ഒരു രീതിയിൽ, അങ്ങനെ ഓരോ രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് നോക്കുന്നത്. പിന്നെ ഇപ്പം രക്തക്കുഴലുകൾ ബ്ലോക്ക് വരികയോ അല്ലെങ്കിൽ ബ്ലീഡിങ് വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അസച്ച് ട്രീറ്റ്മെൻറ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബേസിക്കലി അത് ആ ബ്രെയിനിനൊരു റിക്കവറി ടൈം കൊടുക്കുക. അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്ട്രോക്കൊക്കെ വന്ന് ഹോസ്പിറ്റലിലേക്ക് ചെന്നാലും നമ്മളതിന് കാരണമായ BP ഉണ്ടെങ്കിൽ BP കൺട്രോൾ ചെയ്യുക, ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ മരുന്നുകളാണ് മെയിൻലി കൊടുക്കുന്നത്. അല്ലാതെ ബ്രെയിൻ സെൽസിന് റിക്കവറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതും, ബാക്കി അതിന് കാരണമായ പ്രഷറോ ഷുഗറോ ഒക്കെ കൺട്രോൾ ചെയ്യാനും മാത്രമാണ് നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് കൊടുക്കാൻ പറ്റുക. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, നമ്മളെ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീറോയിഡ് പോലെയുള്ള ഇമ്മ്യൂണോ സപ്രസൻസ് ആണ് ഉപയോഗിക്കുന്നത്. സൈക്യാട്രിക് ഡിസീസിനാണെങ്കിൽ ഓരോന്നിനും ഓരോ രീതിയിലുള്ള, ഇപ്പോൾ സ്കിസോഫ്രീനിയയ്ക്ക് ആണെങ്കിൽ, ഡിപ്രഷൻ ആണെങ്കിൽ,
ഇനി ഇതെല്ലാം പല രീതിയിലാണ്. പല രീതിയിൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആൻറ്റിസൈക്കോട്ടിക് മെഡിസിൻസ് എല്ലാം നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ എപ്പിലെപ്സിക്കാണെങ്കിലും പലതരം മെഡിസിൻസ് വരുന്നുണ്ട്. കാർബോമെസപ്പിൻ, സോ മെനി മെഡിസിൻസ് ആർ ദർ. അതും ഓരോന്നും ഓരോ രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. ബേസിക്കലി ഇതെല്ലാം ഒരു ഈ നെർവ്സിനെ ഒന്ന് ക്വയറ്റൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം പർപ്പസായിട്ട് വരുന്നത്. ഇപ്പോൾ എപ്പിലെപ്സിക്കാണെങ്കിൽ നമ്മൾ ഒരു ഒന്നും കൺട്രോൾ വരാതെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൈനലി വരുമ്പോൾ ഡയറ്റാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതായത് ഒരു കീറ്റോ ഡയറ്റ്. ഇപ്പോൾ പലരും നമ്മൾ ഈ വെയിറ്റ് റിഡക്ഷനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, ഡയബറ്റീസിനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡയറ്റ്, ഒരു കീറ്റോ ഡയറ്റ് ഡെവലപ്പ് ചെയ്തത് തന്നെ പഴയ കാലത്ത് ഈ മരുന്നുകളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ കീറ്റോ ഡയറ്റ് കൊടുത്ത്, അതായത് കാർബോഹൈഡ്രേറ്റ് വിത്ഡ്രോ ചെയ്തിട്ടുള്ള ഡയറ്റ് കൊടുത്താൽ കൺവൾഷൻസ്, അതായത് എപ്പിലെപ്സിയും ഈ ചൊള്ളി ദീനം തന്നെ മാറ്റാൻ പറ്റുമെന്നുള്ളതായിരുന്നു. അപ്പോൾ അത് മെഡിക്കേഷൻസ് 80s ആ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, 18th സെഞ്ച്വറിയിലൊക്കെ. പിന്നെ നമ്മൾ ഈ 19th സെഞ്ച്വറിയിൽ കൂടുതൽ മെഡിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം മറ്റതിലേക്ക് ഈ ഡ്രഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി. എന്നാലും ഇന്ന് പോലും നമ്മൾ ഏറ്റവും ഡ്രഗിൽ കൺട്രോൾ ഇല്ലാത്തവർക്ക് വീണ്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഡയറ്ററി ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് എപ്പിലെപ്സിക്കാണെങ്കിലും കൊടുക്കാമെന്നുള്ളത്. അടുത്തത് എന്താണ് ഈ ബേസിക്കലി എന്തുകൊണ്ടാണ് ഈ നമ്മൾ പറഞ്ഞു ഈ കുറേ രോഗങ്ങൾക്കും പലതായിട്ട് കാണുന്ന രോഗങ്ങൾക്കെല്ലാം കാരണം നെർവ്സിന് വരുന്ന ഡാമേജാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ നെർവ്സിന് ഡാമേജ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിലാണ് വരുന്നത്. കുഞ്ഞുങ്ങളുടേതാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു നെർവും ബുദ്ധിക്കുറവ് വരുന്നുണ്ട്. അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന ചേഞ്ച് കൊണ്ടും ആ പ്രഗ്നൻസി ടൈമിൽ വന്നിരിക്കുന്ന ഒരു പ്രോബ്ലംസ് കൊണ്ടാണ് അവർക്ക് വരുന്നത്. അതുപോലെ അഡൾട്ട്സിനാണെങ്കിലും പ്രായം ആയിക്കഴിഞ്ഞിട്ട് വരുന്നതിനും ഒരു മേജർ റോള് നമ്മളുടെ ഫുഡും ജീവിതശൈലിയാണ്. അപ്പം ജീവിതശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡെന്ന് പറയുമ്പോൾ ന്യൂട്രീഷൻ്റെ കുറവ് വരാം, പിന്നെ ഫുഡിൽ കൂടെയും എത്തുന്ന ടോക്സിൻസ്, പിന്നെ നമ്മുടെ ബോഡിയിൽ എന്തെത്തണമെങ്കിലും ഒന്നെങ്കിൽ ശ്വാസത്തിൽ കൂടെ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കൂടെ എത്തണം. ഈവൻ നമ്മളിപ്പം പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ പോയിസൺ, ഇപ്പം ലെഡൊക്കെ പോലെയുള്ള പോയിസൺ നമ്മുടെ സ്കിന്നിൽ പറ്റാനിടയാകുന്ന ഒരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് എക്സ്പോഷറൊക്കെ വരുമ്പോൾ മെർക്കുറി, ലെഡ് ഒക്കെ വരുമ്പോഴും അത് നെർവ്സിന് ഡാമേജ് വരുത്താവുന്ന കാര്യങ്ങളാണ്. അപ്പം ബേസിക്കലി ഇതെല്ലാം ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ മരുന്നുകൾക്ക് വളരെ ലിമിറ്റഡ് റോളാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ പലപ്പോഴും ഇറിറ്റേഷൻ, ഡിപ്രഷൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ സോഡിയം പൊട്ടാസ്യം ബാലൻസിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ ജീവിതശൈലിയിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കുറവും സോഡിയത്തിൻ്റെ അളവ് വളരെ കൂടുതലുമാണ്. അപ്പം അത് തന്നെ ശരിക്കും സോഡിയം പൊട്ടാസ്യം റേഷ്യോ 1:3 ആവേണ്ടത് അതിപ്പോൾ റിവേഴ്സ് ചെയ്തെന്ന് മാത്രമല്ല, അത് കൂടി ഓൾമോസ്റ്റ് 5:1 എന്നുള്ള നില, 1:3 ആയിരിക്കേണ്ടത് 5:1 എന്നൊക്കെ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മതി നമ്മളുടെ ബാലൻസുകൾ മൊത്തം തെറ്റാൻ. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലതരം മരുന്നുകൾ, ഈ മരുന്നുകളും നമ്മളുടെ നെർവ് സിസ്റ്റത്തെ തന്നെ പോയി. ഇപ്പം വയറുവേദനയ്ക്ക് കഴിക്കുന്ന മരുന്നാണെങ്കിലും നമ്മുടെ എല്ലാ സെല്ലിലേക്കുമാണ് എത്തുന്നത്. അല്ലെ മുട്ടുവേദനയ്ക്ക് കഴിക്കുന്ന മരുന്ന് എല്ലായിടത്തും എത്തും. ഇതും നമ്മളുടെ സിസ്റ്റത്തെ, നമ്മളുടെ നെർവ് സെൽസിന് ഡാമേജ് വരുത്തുകയാണ്. അങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ അലർജിയും ഓട്ടോ ഇമ്മ്യൂൺ ഫാക്ടറും എല്ലാം കൂടെ കൂടിക്കലർന്നാണ് ഈ രോഗങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം നമ്മളെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ന്യൂട്രീഷൻ അല്ലാത്ത എല്ലാം ടോക്സിൻ പോലെയാണ്. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന മരുന്നെല്ലാം നെർവ് സെൽസിൽ നിന്നല്ല, എല്ലാ സെൽസിനും ഡാമേജാണ് വരുത്തുന്നത്. പിന്നെ ഈ പ്രഷർ കുറയ്ക്കുക എന്ന് പറയുന്നത് തന്നെ, പ്രഷർ കുറയ്ക്കാനുള്ള മരുന്നുകൾ അതും നെർവ് സെൽസിന് ഡാമേജ് ഉണ്ടാക്കും. അതുപോലെ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുത്തും. അതുപോലെ നമ്മൾ ഡയബറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്ന മിക്കവാറും മെഡിസിൻസ് എല്ലാം ഷുഗർ കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസുലിൻ കൂട്ടാനാണ് നോക്കുന്നത്. ഇൻസുലിൻ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവും തെറ്റിക്കും, നെർവുകൾക്കും രക്തക്കുഴലുകൾക്കും ഒക്കെ ഡാമേജ് ഉണ്ടാക്കും. അപ്പം നമ്മൾ ഈ നമ്മളുടെ ജീവിതശൈലിയും അതിനുവേണ്ടി കഴിക്കുന്ന മരുന്നുകളും തന്നെയാണ് പലപ്പോഴും രോഗങ്ങൾക്ക് കാരണമാകുന്നത്. ഈവൻ പലതരം ഇൻഫെക്ഷൻസ്, ഇപ്പം നമുക്കറിയാം കോവിഡൊക്കെ വന്നു കഴിഞ്ഞിട്ട് പലർക്കും ഉറക്കക്കുറവോ പല രീതിയിലുള്ള മാനസിക പ്രോബ്ലംസും എല്ലാം കൂടുതലായിട്ട് വരികയാണ്. ഇപ്പം ഈ അവിടെ നമുക്ക് ഈ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വൈറസും ഒക്കെ മാറണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ന്യൂട്രീഷൻ കൊടുത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അവരെ മാറ്റിയേ പറ്റുള്ളൂ.
അല്ലാതെ നമ്മൾ ഈ മരുന്നുകളിൽ കൂടെ കംപ്ലീറ്റ് ക്യൂർ പറ്റുമെന്ന് നമുക്ക് മരുന്നുകൾക്കൊക്കെ ഒരു ഷോർട്ട് ടൈം ഇഫക്റ്റും അതൊരു സഹായമായിട്ടേ പറ്റുള്ളൂ. ലോങ് ടൈം ആയിട്ട് ഇതൊന്നും ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ഉപയോഗിക്കുമ്പോൾ പല രീതിയിലുള്ള പ്രോബ്ലംസും പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലംസിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ, 1, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, സന്ധികൾ, പേശികൾ എന്നീ 6 ഇന്ദ്രിയങ്ങളിലൂടെ ബ്രെയിനിൽ സംഭരിച്ചിരിക്കുന്ന അറിവുകളാണ് നമ്മുടെ അറിവിനും ബുദ്ധിക്കും പ്രവൃത്തികൾക്കും ഒക്കെ ആധാരം. 2, മാനസികവും ശാരീരികവുമായ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ബ്രെയിനിലെയും ഞരമ്പുകളിലെയും നെർവ് കോശങ്ങളാണ്. ഇത്രയും പ്രധാനമേറിയ ജോലി ചെയ്യുന്ന നെർവ് കോശങ്ങളുടെ സംരക്ഷണത്തിനായി അവയെ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ പ്രത്യേക കോശങ്ങൾ, അതായത് ഗ്ലയൽ സെൽസുമുണ്ട്. 3, നെർവ് കോശങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന തകരാറുകളാണ് ഓർമ്മക്കുറവ്, ബുദ്ധിക്കുറവ്, മാനസിക രോഗങ്ങൾ, എപ്പിലെപ്സി, വിറയൽ, ബലക്കുറവ്, സെൻസേഷൻ കുറവ് തുടങ്ങി ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം. 4, തലയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടാണ് തലവേദനയ്ക്ക് കാരണം. 5, നെർവ് കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ് ഒട്ടുമിക്ക മാനസിക രോഗങ്ങൾക്കും കാരണം. 6, നെർവ് കോശങ്ങളിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന പിഴവുകളാണ്, അതായത് ഷോർട്ട് സർക്യൂട്ടാണ് എപ്പിലെപ്സിക്ക് കാരണം. 7, ബ്രെയിനിലെ രക്തക്കുഴലുകളിൽ രക്തക്കട്ടകൾ ഉണ്ടാക്കുന്ന അടവോ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ മൂലമുണ്ടാകുന്ന രക്തസ്രാവമോ ആണ് സ്ട്രോക്കിനും TIAയ്ക്കും കാരണം. 8, പ്രഷറും പ്രമേഹവും പോലുള്ള രോഗങ്ങൾ മൂലം രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന നാശം ബ്രെയിൻ കോശങ്ങൾക്ക് വേണ്ട പോഷകങ്ങൾ കിട്ടാത്തതും വിസർജ്യ വസ്തുക്കൾ മാറ്റപ്പെടാതെ വിഷാംശം പോലെ പ്രവർത്തിക്കുന്നതിനാൽ കോശങ്ങൾക്കുണ്ടാകുന്ന നാശവുമാണ് അൽഷിമേഴ്സ് ഡിസീസ്, പാർക്കിൻസോണിസം, ഓർമ്മക്കുറവ് തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണം. 9, ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകി നെർവ് കോശങ്ങളെ സംരക്ഷിക്കാനും വിഷാംശം ഒഴിവാക്കാനുമായാൽ മാത്രമേ മാനസികവും ശാരീരികവുമായ ആരോഗ്യം സംരക്ഷിക്കാനാകൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പലർക്കും അത്ര എളുപ്പമാകണമെന്നില്ല. തലവേദന, മറവി, വിറയൽ, എപ്പിലെപ്സി തുടങ്ങി ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ മാനസിക രോഗങ്ങൾ, ഈവൻ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, ബ്രെയിൻ ട്യൂമേഴ്സ്, ഹോർമോണൽ ഇംബാലൻസ്, മെറ്റബോളിക് സിൻഡ്രോം തുടങ്ങിയ രോഗങ്ങളെ അഭിമുഖീകരിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഈ കാലത്ത് ഇത്തരം രോഗങ്ങൾക്ക് അടിസ്ഥാന കാരണം എന്ത് എന്ന് രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയിൽ മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും പരിമിതികളും അറിയണം. എങ്കിൽ മാത്രമേ ജീവിതശൈലി ക്രമീകരിക്കാനും ഇത്തരം രോഗങ്ങളെ തടയാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും കഴിയും. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തണം എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻറ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തമമാക്കാനുള്ള ഒപ്റ്റിമൈസ് ന്യൂട്രിയൻറ്റ് ഫുഡ്, ഒപ്റ്റിമൈസ് ന്യൂട്രിയൻറ്റ് സോൾട്ട്, ഒപ്റ്റിമൈസ് ന്യൂട്രിയൻറ്റ് ഓയിൽ എന്നീ പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ
ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യ ഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ പോഷണവും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ മാത്രമേ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന നെർവ് കോശങ്ങളെ സംരക്ഷിക്കാനും മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിർത്താനും സാധിക്കൂ. മാത്രമല്ല, ഉത്തമ പോഷണവും വ്യായാമവും നൽകാനായാൽ പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും അലർജി, ആസ്മ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിയുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയും. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം കൊണ്ട് ഈ ബ്രെയിനും നെർവ്സും സംബന്ധിച്ചുള്ള രോഗങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി ഇതിൽ നമ്മൾ ബ്രെയിനോ നെർവിനോ മാത്രമല്ല ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ ഹോൾ ബോഡിയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം മിക്കവാറും പേഷ്യൻസിന് ഒരു രോഗം മാത്രം ആവില്ല. അപ്പം ഓർമ്മക്കുറവുള്ള ആൾക്ക് അല്ലെങ്കിൽ അൽഷിമേഴ്സ് ഡിസീസ് ഉള്ള ആൾക്ക് അൽഷിമേഴ്സ് ഡിസീസ് മാത്രം ആവില്ല, അവർക്ക് ഡെഫിനറ്റ്ലി അറ്റ്ലീസ്റ്റ് മിക്കവാറും പേർക്കും പ്രഷറും ഉണ്ടാവും, ഷുഗറും ഉണ്ടാവും, അതിന് കുറേ മരുന്നുണ്ടാവും, പിന്നെ കൊളസ്ട്രോൾ ഉണ്ടാവും, മാത്രം അതിൻ്റെ ഒപ്പം തന്നെ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാവും. അങ്ങനെ മൾട്ടിപ്പിൾ ഡിസീസിൻ്റെ കൂടെ ഇതും കൂടെ ആയിരിക്കും മിക്കവാറും വരുന്നത്. പിന്നെ ചിലരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തലവേദന ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് മീൻസ് ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യമായാലും സിവിയർ ഹെഡേക്ക് വരുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസാണ് കാണാറുള്ളത്. ഒരെണ്ണം മാത്രമായിട്ട് യൂഷ്വലി വളരെ കുറവാണ്. അവർ യങ്സ്റ്റേഴ്സൊക്കെയാണ്. അപ്പം ഒരു കുട്ടിയെ ഞാൻ ഓർക്കുന്ന ഒരു 10ാം ക്ലാസ് മുതൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, സ്കിസോഫ്രീനിയ ഡയഗ്നോസ് ചെയ്തു 4-5 മരുന്നുകളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ഈ ഓഡിറ്ററി ഹലൂസിനേഷൻ, അപ്പോൾ സ്കിസോഫ്രീനിയയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ് ഓഡിറ്ററി ഹലൂസിനേഷൻ. അതായത് ചെവിയിൽ ആരോ ഇരുന്ന് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ മരുന്നെല്ലാം ഉണ്ടായിട്ടും ചെവിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ കുട്ടി ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിയും കൂടെ ഉണ്ട്. അപ്പോൾ അവർക്ക് പീരിയഡ്സും കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെയും കൂടെ കുട്ടികളാവണമെന്നുകൊണ്ട് മാരേജ് കഴിഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഇപ്പോൾ 24 ഇയേഴ്സ് ആയപ്പോഴേക്കും, പക്ഷേ 14-15 വയസ്സുള്ളപ്പോൾ മുതൽ തുടങ്ങി മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു 2 വീക്സ് ആയപ്പോൾ തന്നെ ഓഡിറ്ററി ഹലൂസിനേഷൻസ് കംപ്ലീറ്റ് പോയെന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പതുക്കെ ഓരോ മെഡിസിൻസായിട്ട് കുറച്ച് കൊണ്ടുവന്ന്, പിന്നെ ഈ സൈക്കാട്രിക് മെഡിസിൻസ്, അതായത് ബ്രെയിനിനെ ആക്ട് ചെയ്യുന്ന മരുന്നുകൾക്ക് എല്ലാം ബ്രെയിനിൽ ഡിപ്പെൻഡൻസ് ഉണ്ടാകും. ജസ്റ്റ് ലൈക്ക് ആൽക്കഹോളും ഈ അബ്യൂസീവ് ഡ്രഗ്സും പോലെ തന്നെ ഈ മരുന്നുകളിലും ഡിപ്പെൻഡൻസ് ഉണ്ടാകും. ഈവൻ നമ്മൾ ഈ പാർക്കിൻസോണിസത്തിന് എടുക്കുന്ന മരുന്നുകളും സൈക്കാട്രിക് എല്ലാ ബ്രെയിനിനെ ആക്ടിലുള്ള മരുന്നുകളും ഈ ഡിപ്പെൻഡൻസ് ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ പതുക്കെ മാത്രമേ വിത്ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഡയബറ്റിക് മെഡിസിൻസ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ ആണ് എല്ലാ മരുന്നും അബ്രപ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് ഒരു പ്രോബ്ലം വരികയില്ല. കാരണം നമ്മൾ ലോ കാലറി ലോ കാർബ് ഡയറ്റ് ആയതുകൊണ്ട് വിതിൻ 1 or 2 ഡേയ്സ് മച്ച് ബെറ്റർ. ഈവൻ ആ ഒരു 24 ഹവറിനുള്ളിൽ തന്നെ മരുന്നിൽ കൺട്രോളിലുള്ളതിനേക്കാളും ബെറ്റർ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഷുഗർ. പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പം BP-ക്കുള്ള മരുന്നാണെങ്കിലും BP കുറയുന്നതനുസരിച്ച് നിർത്തുക. സൈക്കാട്രിക് മെഡിസിൻസും ഈ ബ്രെയിൻ ആക്ടിലുള്ള മെഡിസിൻസ് എല്ലാം
വളരെ സ്ലോ ആയിട്ട്, അതായത് സിംറ്റമാറ്റിക്സ് ഇല്ല എന്ന് ഉറപ്പിച്ച് ഹാഫാക്കി, ഓരോ ടാബ്ലറ്റും ഹാഫാക്കി 1/4 ആക്കി ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കി അങ്ങനെ ഗ്രാജുവലി വേണം കുറച്ചുകൊണ്ട് വന്ന് നിർത്താനായിട്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു രോഗത്തെ അല്ല, നമുക്ക് എത്ര രോഗങ്ങളുണ്ടെങ്കിലും എല്ലാത്തിനും കിട്ടുന്ന ചേഞ്ചസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത് ഇതിൽ വരുന്നത്. അപ്പം നമുക്ക് സാധാരണ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം മൾട്ടിപ്പിൾ രോഗങ്ങളുണ്ട്, മൾട്ടിപ്പിൾ രോഗങ്ങൾ നമ്മൾ ഒന്നിച്ചാണ് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇനീഷ്യലി തന്നെ നമ്മളൊരു ഡീറ്റെയിൽഡ് ബ്ലഡ് ടെസ്റ്റ് നോക്കിയിട്ടാണ് ഈവൻ ഈ ഹെഡേക്കൊക്കെ പോലെയുള്ളവരുടെയും ആസ്മയും ഇതിനെല്ലാം ഒരു അലർജിക് ഫാക്ടറും കൂടെ കാണുന്നുണ്ട്. അപ്പം അതിന് അലർജിക് ടെസ്റ്റുകൾ നമുക്ക് ഒരു പരിധി വരെ കണ്ടുപിടിക്കാനായിട്ട് ടെസ്റ്റുകൾ വഴി ഇന്ന് കണ്ടുപിടിക്കാം. IgE മീഡിയേറ്റഡും IgA മീഡിയേറ്റേഴ്സും അലർജീസൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് ഈ തലവേദനയ്ക്ക് മാത്രമല്ല, ഈ തലവേദന ഉള്ളവർക്ക് ചിലപ്പം ഈ കിഡ്നിക്ക് പ്രോബ്ലം കാണും, അതായത് GFR കുറവുണ്ടാവും, ഈവൻ ഫാറ്റി ലിവർ ഉണ്ടാവും. ഫാറ്റി ലിവർ പ്രത്യേകിച്ച് നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിനും കിഡ്നി പ്രോബ്ലംസിനും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഫാക്ടറും കൂടെ ഉണ്ടാകും. അപ്പം ഈ അലർജിയും ഓട്ടോ ഇമ്മ്യൂൺ ഫാക്ടറും എല്ലാം എല്ലാം കൂടെ കൂടിയാണ് ഇതിനകത്ത് വരുന്നത്, അല്ലാതെ ഒരു റീസൺ അല്ല വരുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അപ്പോൾ നമ്മൾ ഈ ഫുഡിൻ്റെയും എക്സസൈസിൻ്റെയും ആക്ടിവിറ്റീസിൻ്റെയും ഒരു കൺട്രോൾ എടുത്തുകൊണ്ട് മാത്രമേ അതാണ് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിന് നമ്മൾ അറിയണം പേഷ്യൻ്റ് എന്ത് കഴിക്കുന്നു, എന്താണ് ചെയ്യുന്നത്, എന്തൊരു ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, ഒരു ബോഡിയും കൂടെയാണ് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ omega-3യും 6ഉം, ശരിക്കും omega-3 ഏറ്റവും കൂടുതലുള്ള ബ്രെയിനിലാണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ ഫുഡിൽ വേറൊരു പ്രത്യേകത omega-3യുടെ കുറവും പൊട്ടാസ്യത്തിൻ്റെ കുറവും മാഗ്നീഷ്യത്തിൻ്റെ കുറവും omega-6ൻ്റെ കൂടുതലും, അങ്ങനെ സോ മെനി ഫാക്ടേഴ്സാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നിനും വ്യത്യാസം വരും. പ്രത്യേകിച്ച് നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിനും ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ന്യൂറോപ്പതിയാണ്. അത് തരിപ്പ്, മരവിപ്പ്, സെൻസേഷൻ കുറവ്, കാഴ്ച കുറഞ്ഞു വരുന്നു, ഈ റെറ്റിനോപ്പതി വന്നിട്ട്, അതുപോലെ ചെവിക്ക് കേൾവി കുറവ് വരുന്നു. ഇതിലെല്ലാത്തിലും കുറവ് വരുന്നു എന്നുള്ളതാണ്. അതായത് അതിലെല്ലാം ഈ നമ്മൾ തുടങ്ങുമ്പോൾ കുറഞ്ഞു വരുന്നുണ്ടാവും. അതുപോലെ കിഡ്നിയും ഡയബറ്റിക് പേഷ്യൻസിനും കിഡ്നി എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം GFR ആണെങ്കിലും തീരെ കുറഞ്ഞു, ക്രിയാറ്റിൻ കൂടി GFR കുറഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും. ഇതിലും വ്യത്യാസം വരുന്നു എന്നുള്ള. അപ്പം നമ്മൾ അതുപോലെ ലിവറിന് ഫാറ്റി ലിവർ ഉള്ള പേഷ്യൻസിന് അതിൻ്റെ കൂടെ ഹെപ്പറ്റൈറ്റിസ് നാഷ് ഉണ്ടാവും, നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവും. അപ്പം ലിവർ എൻസൈംസും കൂടിയിട്ടുണ്ടാവും പലർക്കും. അപ്പം അതിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതും കൂടെയൊക്കെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പം എന്തൊക്കെ അസുഖങ്ങളുണ്ടോ ന്യൂറോളജിയിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും കുറവ് വരുന്നു എന്നുള്ളതാണ് ഈ നമ്മൾ ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. അതുകൊണ്ടാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഗ്രൂപ്പിൽ വരുന്ന എല്ലാത്തിനും അതിൻ്റേതായ പ്രൊപ്പോർഷനേറ്റ് കുറവ് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ആണെങ്കിലും, അതായത് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ പ്രത്യേകത. ഒരു പേഷ്യൻ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു 49 ഇയർ ഓൾഡ് ലേഡിയാണ്. അവർക്ക് വർഷങ്ങളായിട്ട് ഷീ ഈസ് ടേക്കിംഗ് മെഡിക്കേഷൻ ഫോർ സോർസെറ്റ് എന്നുള്ള ടാബ്ലറ്റ്, സെറ്റാലിനാണ്, അതുപോലെ ക്ലോമിപ്രമിൻ എന്നുള്ള 2 സൈക്യാട്രിക് മെഡിസിൻസ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പം ഇറിറ്റബിലിറ്റി, ഇപ്പം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ലേഡിയാണ്. അവർക്ക് പക്ഷേ ഷീസ് ഓവർ വെയ്റ്റ്, 80 kg ഉണ്ട്, 160 സെൻറ്റിമീറ്ററുമാണ്, 80 kg ആണ്. അപ്പോൾ ഈ ഓവർ ഫാറ്റ് തന്നെയാണ് അവർക്കൊരു മേജർ ഹിൻഡ്രൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൽ ഈ omega-6 ഫാറ്റ് നമ്മുടെ ബ്രെയിനിലാണെങ്കിലും നീർക്കെട്ടുണ്ടാകും. അപ്പം ഫാറ്റ് കൂടുതലുള്ളപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നട്ട്സും നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ പോലെയുള്ള ഓയിലും നട്ട്സ് സീഡ്സിലും ഒക്കെ omega-6 കൂടുതലും ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഡയറ്റിലാണ് omega-3 തീരെ കുറവാണ്. അപ്പോൾ അത് ബ്രെയിനിലുണ്ടാക്കുന്ന പ്രോബ്ലമാണ് ഒരു മേജർ ആസ്പെക്റ്റ്. പിന്നെയുള്ളത് അവർക്ക് ആക്ച്വലി ഷി വാസ് അലർജിക് ടു പാല്. അവർ മെയിൻലി പാലുൽപ്പന്നങ്ങളും ഉപയോഗിച്ചിരുന്നതാണ്. പാല്, കടല, ഡാൽച്ചിന അതുപോലത്തെ കാര്യങ്ങൾ, പാലുൽപ്പന്നങ്ങളൊക്കെ അലർജി ഉണ്ടായിരുന്നു. പിന്നെ ബ്ലഡ് ടെസ്റ്റിലാണെങ്കിലും കൊളസ്ട്രോൾ ഹൈ ആണ്, പിന്നെ ഈവൻ HSCRP കാർഡിയാക് മാർക്കേഴ്സ് ഹൈ ആണ്, പലതരം വൈറ്റമിൻസും അയണും ഒക്കെ ഡെഫിഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ അങ്ങനെ പല പ്രോബ്ലംസാണ്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ട്, ചിലത് ഓവറാണ്,
ചിലത് അണ്ടറാണ്. ഇപ്പം മൾട്ടിപ്പിൾ മെഡിക്കേഷൻസും ഉണ്ട്. ഇതുകൂടാതെ അസിഡിറ്റി ഉണ്ട്, പ്രീ ഡയബറ്റിക്കും ആണ്. പ്രീ ഡയബറ്റിക് അല്ല, മെറ്റ്ഫോമിൻ കഴിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല പ്രോബ്ലംസാണ്. തൈറോയിഡിന് വേണ്ടി മരുന്നെടുക്കുന്നുണ്ട്, ആസ്മയ്ക്ക് ഇടയ്ക്ക് ഇൻഹേലർ എടുക്കുന്നുണ്ട്, കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല പ്രോബ്ലംസും അതിനൊപ്പം സൈക്യാട്രിക് പ്രോബ്ലംസും കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മന്ത് അവർക്ക് എല്ലാ മെഡിസിൻസും കുറച്ചുകൊണ്ട് വരാനും, വെയിറ്റ് ആണെങ്കിൽ ആക്ച്വലി ഷീസ് വളരെ എനർജറ്റിക് ആയിട്ട് വളരെ കറക്റ്റായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അവർക്കൊരു 80 kg 74 kg ഫസ്റ്റ് മന്ത് തന്നെ വരാൻ പറ്റി. സെക്കൻഡ് മന്ത് ആയപ്പോഴേക്കും അത് 68 കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് അത്ര ഡ്രാസ്റ്റിക് ആയിട്ടുള്ളതാണ്. എല്ലാ മെഡിസിൻസും ഒഴിവാക്കാൻ പറ്റി. മൊത്തത്തിൽ ഈവൻ മറ്റുള്ളവർ ഇപ്പം ഇവർക്ക് സ്റ്റാഫും ഒക്കെ വളരെ ആക്റ്റീവായിട്ടുള്ളവർക്ക് ഒത്തിരി ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവരുടെ ആ ഇമോഷണൽ ലെവലും നമ്മളുടെ ആ കോൺഫിഡൻസ് ലെവലും എല്ലാം ഇതോടുകൂടി വ്യത്യാസം വരിക എന്നുള്ളതാണ്. ഈ പല സൈക്കാട്രിക് മെഡിസിൻസും നമ്മളെ തളർത്തുന്ന പോലെയുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ ലോങ് ടൈം ആയിട്ട് സൈക്കാട്രിക് മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഒരിക്കലും നമ്മളുടെ ഒരാളുടെ ഫുൾ പൊട്ടൻഷ്യലി നമുക്ക് കൊണ്ടുപോകാൻ കിട്ടുകയില്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുകയും ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്യുകയും ചെയ്താൽ ഗ്രാജുവലായിട്ട് പതുക്കെ ബാക്കിയുള്ളതൊക്കെ ഫാസ്റ്റായിട്ട് നിർത്താൻ പറ്റി. 2 months കൊണ്ടാണ് കംപ്ലീറ്റ് മറ്റേ സൈക്കാട്രിക് മെഡിസിൻസും ടോട്ടലി ഇപ്പം 2 monthsൻ്റെ റിവ്യൂവിന് വന്നപ്പോഴേക്കും ടോട്ടലി സൈക്കാട്രിക് മെഡിസിൻസും നിർത്താൻ പറ്റുന്നുള്ളതാണ്. അപ്പം ഒരു രോഗത്തിനല്ല, പലവിധ രോഗങ്ങൾക്കാണ് വ്യത്യാസം വരുന്നത്. പിന്നെ വേറൊരു പ്രായമായിട്ടുള്ളൊരു കപ്പിളിൻ്റെ കാര്യം കൂടെ പറയാം. ഇവരുടെ മെയിൻ പ്രോബ്ലം ഹസ്ബൻഡിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 72 years. അപ്പം ഒട്ടും ഓർമ്മയില്ല. ടിപ്പിക്കൽ നമ്മളുടെ അൾഷിമേഴ്സ് ഡിസീസ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. ഈ ശരിക്കും പറഞ്ഞാൽ ഓവർ വെയ്റ്റ് ഇല്ല, ഈസ് അണ്ടർ വെയ്റ്റ് ആണ്. 172 centimeters 50 kiloയേ ഉള്ളൂ. ഏജ് 68 വയസ്സും. ഹി വാസ് പ്രീവിയസ്ലി ആൽക്കഹോൾ അബ്യൂസൊക്കെ കുറച്ചുണ്ടായിരുന്നു, പക്ഷേ വെരി ലേൺഡ് ആൽക്കഹോളൊക്കെ കുറച്ച് യൂസ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ പക്ഷേ പ്രോബ്ലം ഡയബറ്റിക്കാണ്. ഷുഗർ, പലതരം മെഡിസിൻസ് എടുക്കുന്നുണ്ട്. ഡയബറ്റീസിനുണ്ട്, പിന്നെ ആങ്സൈറ്റിക്ക് വേണ്ടിയിട്ടുണ്ട്, പിന്നെ പ്രോസ്റ്റേറ്റിന് വേണ്ടി മെഡിസിൻ എടുക്കുന്നുണ്ട്. പ്രോസ്റ്റേറ്റിന് വേണ്ടി ബിലോഡോസിൻ, ഡ്യൂട്രാസ്റ്റേറ്റ്, അങ്ങനെ മൾട്ടിപ്പിൾ മെഡിസിൻസ് എടുക്കുന്ന ആളാണ്. അപ്പോൾ ഏറ്റവും മെയിൻ പ്രോബ്ലം ആൾ എവിടെയാണെന്ന് പോലും ഞാൻ എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണേലും ഒരു റീസണബിൾ കമ്മ്യൂണിക്കേഷനും പറ്റാത്ത നിലയിലായിരുന്നു. വൈഫ് അതുപോലെ തന്നെ, വൈഫിനും ഡയബറ്റിക്കാണ്. വൈഫ് കുറച്ചൊരു ഓവർ വെയ്റ്റ് ആയിരുന്നു ശരിക്കും. ഷി വാസ് 150 centimeter. രണ്ടുപേരും 68 വയസ്സാണ്. അവരുടെ പ്രോബ്ലം ആർത്രൈറ്റിസ് ഉണ്ട്, തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ട്, അവർക്ക് മെമ്മറി ലോസ് ഉണ്ട്. പക്ഷേ ഹസ്ബൻഡിൻ്റെ അത്ര ഇൻറ്റൻസ് അല്ല. രണ്ടുപേരും തന്നെയാണ് താമസിക്കുന്നത്, മക്കളൊക്കെ പുറത്താണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടും വരുന്നത്. ആരും സപ്പോർട്ടിനും ഉണ്ടാവുകയില്ല. അപ്പം രണ്ടുപേരും ട്രീറ്റ്മെൻറ്റ് തുടങ്ങി വിതിൻ ഫ്യൂ ഡയബറ്റീസിൻ്റെ മെഡിസിൻസ് എല്ലാം നിർത്തിയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ വിതിൻ ഒരു സെക്കൻഡ് വിസിറ്റ്, അതായത് സെക്കൻഡ് വിസിറ്റ് 8th day ആണ് വരുന്നത്. അപ്പോഴേക്കും തന്നെ ആ മെമ്മറിയിലൊക്കെ കുറച്ച് വ്യത്യാസം വന്നു എന്നുള്ളതാണ്. അപ്പം രണ്ടുപേർക്കും ഡയബറ്റീസിൻ്റെ കംപ്ലീറ്റ് മരുന്നുകൾ നിർത്താൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രാജുവലി ഈ മെഡിസിൻസ് ഇപ്പം നമ്മൾ ഈ അൾഷിമേഴ്സിനൊന്നും വേണ്ടിയിട്ട് മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് വലിയ കാര്യമായ ബെനിഫിറ്റ് ഒന്നും പേഷ്യൻസിനും തോന്നാറില്ല. പിന്നെ ഡോക്ടേഴ്സ് കൊടുക്കുന്നതുകൊണ്ട് കഴിക്കുന്നു, അതിനൊന്നും ഒരു ബെനിഫിറ്റും കാണുന്നില്ല എന്നാണ് മിക്കവാറും പേഷ്യൻസ് പറയാറുള്ളത്. അപ്പോൾ ഈ മരുന്നുകളെല്ലാം നിർത്താൻ പറ്റി. റീസണബിളി പിക്കപ്പ് ചെയ്യാനും മെമ്മറിയും എല്ലാം സ്വന്തം കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള വൈഫിൻ്റെ കംപ്ലീറ്റ് റിക്കവറി വന്നു. ഹസ്ബൻഡിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും, ഔട്ട് ഓഫ് ദ വേ പോയി സ്വീറ്റ്സൊക്കെ എടുത്ത് കഴിച്ച് കളയും. അപ്പോൾ ഷുഗർ കൂടുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഷുഗർ കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ആ ഡിസോറിയൻറ്റേഷൻ വരുന്നു. അല്ലെങ്കിൽ യെസ് പെർഫെക്റ്റ്ലി ഒരു റീസണബിൾ, പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത്രയും പ്രായമുണ്ട്, നേരത്തെ ആൽക്കഹോൾ അബ്യൂസും അങ്ങനത്തെ കുറേ പ്രോബ്ലംസും ഉണ്ട്. അപ്പം ബ്രെയിൻ്റെ ആണെങ്കിലും ഈ നെർവ്സിൻ്റെ റീജനറേഷൻ കംപ്ലീറ്റ് ചിലപ്പോൾ പറ്റണമെന്നില്ല. അതിൻ്റെ ആ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് പക്ഷേ ഒരു റീസണബിൾ ലെവലിലേക്ക് കൊണ്ടുവരാൻ മരുന്നുകളില്ലാതെ കൊണ്ടുപോകാനും പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ഓൾമോസ്റ്റ് 6 months ആയി.
ഈസ് ഡൂയിങ് കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. ഏത് രോഗമാണെങ്കിലും രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉത്തമമായി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. ജീവിതശൈലി രോഗങ്ങൾ സ്വയം ജീവിതശൈലി ക്രമീകരണത്തിലൂടെ മാറ്റാൻ കഴിയാതെ മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ച് വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വീഡിയോകളും കാണുന്നതും നല്ലതാണ്. ബ്രെയിനും നെർവുകളുമായി ബന്ധപ്പെട്ട ശാരീരികവും മാനസികവുമായ ഒട്ടുമിക്ക രോഗങ്ങൾക്കും അടിസ്ഥാന കാരണം ജീവിതശൈലിയിലെ അപാകതകളാണ്. അതിനാൽ ജീവിതശൈലി ക്രമപ്പെടുത്തുക എന്നതാണ് ഇത്തരം രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള ഏറ്റവും സുരക്ഷിത മാർഗം. ഇതിലൂടെ ലഭിച്ച അറിവ് പ്രയോജനപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻസിൽ എഴുതി അറിയിക്കുക. ബ്രെയിനും ഞരമ്പുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, പ്രമേഹം, പ്രഷർ, ഹൃദ്രോഗം, അലർജി, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.